വചനം 35 വാക്കർത്ഥം. അല്ലദീന യാതൊരു കൂട്ടരാണ് ഇദാ ദുക്കിറല്ലാഹു അള്ളാഹുവിനെക്കുറിച്ച് പ്രസ്താവിക്കപ്പെട്ടാൽ പറയപ്പെട്ടാൽ വജിലത്ത് വിറകൊള്ളും അഥവാ ഭയപ്പെടും. ഖുലൂബുഹും അവരുടെ ഹൃദയങ്ങൾ വസ്വാബിരീന സഹനശാലികളും ഷമാലുക്കളും അലാമ അസ്വാബഹും തങ്ങൾക്ക് ബാധിച്ചതിൽ വൽ മുഖൈമി നിലനിർത്തുന്നവരും അസ്വലാത്തി നമസ്കാരം വമിമ്മാ റസഖ്നാഹും നാം അവർക്ക് നൽകിയതിൽ നിന്ന് യുംഫിഖൂൻ അവർ ചിലവഴിക്കുകയും ചെയ്യും. الذين إذا ذكر الله وجلت قلوبهم والصابرين على ما أصابهم والمقيم الصلاة ومما رزقناهم ينفقون. അതായത് യാതൊരു കൂട്ടർ അള്ളാഹുവിനെക്കുറിച്ച് പ്രസ്താവിക്കപ്പെട്ടാൽ തങ്ങളുടെ ഹൃദയങ്ങൾ വിറകൊള്ളുന്നതാണ്. തങ്ങൾക്ക് ബാധിക്കുന്നതിൽ അഥവാ ആപത്തുകളിൽ സഹനശാലികളും നമസ്കാരം നിലനിർത്തുന്നവരും നാം അവർക്ക് നൽകിയിട്ടുള്ളതിൽ നിന്ന് സൽക്കാര്യങ്ങളിൽ ചിലവഴിക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ളവരാണത്. വചനം 36 വാക്കർത്ഥം. വൽബുദ്ന ഒട്ടകങ്ങളെ അഥവാ ബലിയൊട്ടകങ്ങളെ ജഅൽനാഹ അവയെ നാം ആക്കിയിരിക്കുന്നു ലക്കും നിങ്ങൾക്ക് മിൻ ശആഇരില്ലാഹി അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളിൽപ്പെട്ടത് ലക്കും നിങ്ങൾക്കുണ്ട് ഫീഹ അതിൽ ഖൈറുൻ ഗുണം നന്മ ഫദ്കുറു അതിനാൽ നിങ്ങൾ കീർത്തനം ചെയ്യുവിൻ ഇസ്മല്ലാഹി അള്ളാഹുവിൻ്റെ നാമത്തെ അലൈഹ അവയുടെ മേൽ സ്വവാഫ വരികളായി വരിവരിയായി ഫഇദാ വജബത്ത് അങ്ങനെ നിലംപതിച്ചാൽ വീണാൽ ജുനൂബുഹ അവയുടെ പാർശ്വങ്ങൾ ഭാഗങ്ങൾ ഫകുലു അപ്പോൾ ഭക്ഷിച്ചുകൊള്ളുക മിൻഹ അതിൽ നിന്ന് വ അത്ഇമു ഭക്ഷിക്കാൻ കൊടുക്കുകയും ചെയ്യുവിൻ അൽ ഖാനിഅ സംതൃപ്തി അടഞ്ഞവന് അഥവാ ചോദിക്കാതെ ഉള്ളതുകൊണ്ട് തൃപ്തി അടഞ്ഞവന് വൽ മുഅ്തറ ആഗ്രഹിച്ചു വരുന്നവനും ചോദിച്ചു വരുന്നവനും കദാലിക അപ്രകാരം സഖർനാഹ അതിനെ നാം കീഴ്പ്പെടുത്തിയിരിക്കുന്നു ലക്കും നിങ്ങൾക്ക് ലഅല്ലക്കും നിങ്ങൾ ആയേക്കാം നിങ്ങൾ ആകുവാൻ വേണ്ടി തഷ്കുറൂൻ കൃതജ്ഞത കാണിക്കും. والبدن جعلناها لكم من شعائر الله لكم فيها خير فاذكروا اسم الله عليها صواف فإذا وجبت جنوبها فكلوا منها وأطعموا القانع والمعتر كذلك سخرناها لكم لعلكم تشكرون. ബലിയൊട്ടകങ്ങളാകട്ടെ നാം അവയെ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ മതചിഹ്നങ്ങളിൽ പെട്ടതാക്കിയിരിക്കുകയാണ്. നിങ്ങൾക്ക് അവയിൽ ഗുണമുണ്ട്. അതിനാൽ വരിവരിയായ നിലയിൽ നിർത്തിക്കൊണ്ട് അവയുടെ മേൽ അള്ളാഹുവിൻ്റെ നാമം നിങ്ങൾ കീർത്തനം ചെയ്യുവിൻ. അങ്ങനെ അറുത്ത ശേഷം അവയുടെ പാർശ്വങ്ങൾ നിലംപതിച്ചാൽ അഥവാ ജീവൻ പോയി വീണാൽ അവയിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുകയും ചോദിച്ചു വാങ്ങാൻ വരാതെ സംതൃപ്തി അടഞ്ഞു നിൽക്കുന്നവനും ആഗ്രഹിച്ചു വരുന്നവനും ഭക്ഷിക്കുവാൻ കൊടുക്കുകയും ചെയ്യുവിൻ. അപ്രകാരം അവയെ നിങ്ങൾക്ക് നാം കീഴ്പ്പെടുത്തി തന്നിരിക്കുകയാണ് നിങ്ങൾ നന്ദി കാണിക്കുവാൻ വേണ്ടി. 35-36 വചനങ്ങളുടെ വിശദീകരണം. അൽബുദൻ എന്ന വാക്ക് ബലികർമ്മം ചെയ്യപ്പെടുന്ന ഒട്ടകങ്ങൾക്ക് പ്രത്യേകമായും മാടുകൾക്കും ഒട്ടകങ്ങൾക്കും പൊതുവായും ഉപയോഗിക്കപ്പെടും. ഒട്ടകങ്ങളെ അറുക്കുന്നത് അവയെ നിർത്തിക്കൊണ്ടാകുന്നു. ജീവൻ പോകുമ്പോൾ അവ ഒരു വശത്തേക്ക് മറിഞ്ഞു വീഴുന്നു. അതുകൊണ്ടാണ് അവയുടെ പാർശ്വങ്ങൾ വീണാൽ എന്ന് പറഞ്ഞത്. ഉള്ളതിലും കിട്ടിയതിലും തൃപ്തിയടഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ആവശ്യം പ്രകടിപ്പിക്കാത്തവനാണ് ഖാനിഅ അഥവാ സംതൃപ്തി അടഞ്ഞവൻ. ദാനധർമ്മങ്ങൾ ലഭിക്കുവാൻ വേണ്ടി മുന്നോട്ട് വരുന്നവനാണ് മുഅ്തർ അഥവാ ആഗ്രഹിച്ചു വരുന്നവൻ. ഈ 2 തരക്കാർക്കും ബലിമൃഗങ്ങളുടെ മാംസം ദാനം ചെയ്യണമെന്ന് സാരം. കേവലം വലിപ്പവും ശക്തിയുമുള്ള മൃഗമാണ് ഒട്ടകം.
എങ്കിലും വളരെ സഹനവും സൗമ്യശീലവുമുള്ള ഒരു ജീവിയുമാണത്. അറുക്കുവാൻ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ പോലും യാതൊരു മിരട്ടും കാണിക്കാതെ അത് അനുസരിച്ചു നിൽക്കുന്നു. ഉഷ്ണമേറിയ മരുഭൂമിയിൽ കൂടിയുള്ള യാത്രകളിൽ ഒട്ടകത്തിൻ്റെ സേവനം വളരെ വമ്പിച്ചതാണ്. വളരെ നാളുകളോളം ഭക്ഷണവും വെള്ളവും ഉപേക്ഷിച്ചുകൊണ്ടും വലിയ ഭാരം ചുമന്നുകൊണ്ടും യജമാനൻ്റെ ആജ്ഞ അനുസരിച്ച് അത് സുദീർഘം സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെയെല്ലാം അതിനെ മനുഷ്യൻ്റെ നിയന്ത്രണത്തിന് വിധേയമാക്കി കൊടുത്തത് അള്ളാഹുവിൻ്റെ മഹത്തായ ഒരു അനുഗ്രഹമത്രേ. ബലികർമ്മ സമ്പ്രദായം മുൻ സമുദായങ്ങളിലും നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതാണെന്ന് ഉണർത്തുകയും പ്രത്യേക പരിഗണനയോടെ അതിനെപ്പറ്റി പ്രോത്സാഹനം നൽകുകയും ചെയ്ത ശേഷം അതിലടങ്ങിയ യുക്തിതത്വത്തെ അള്ളാഹു ചൂണ്ടിക്കാട്ടുന്നു.